എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ഓഗസ്റ്റ് മാസം വരുമ്പോൾ ധനുരാശിയിലുള്ള മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്? സാമ്പത്തികം, ജോലി, കുടുംബജീവിതം, ആരോഗ്യം, പഠനം എന്നിങ്ങനെ സമഗ്രമായ ഒരു വിശകലനമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. വീഡിയോ മുഴുവനായി കാണുക. വീഡിയോയുടെ അവസാനം ഗ്രഹങ്ങളുടെ പരിഹാര മാർഗങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഈ മാസത്തെ പ്രധാന ഗ്രഹമാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സൂര്യൻ ഓഗസ്റ്റ് 16 വരെ 8-ാം ഭാവമായ കർക്കടകത്തിലാണ്. ഓഗസ്റ്റ് 16-ന് സ്വന്തം ക്ഷേത്രമായ 9-ാം ഭാവമായ ചിങ്ങത്തിലേക്ക് രാശി മാറുന്നുണ്ട്. ചൊവ്വ 7-ാം ഭാവമായ മിഥുനൻ രാശിയിലാണ്. ബുധൻ ഓഗസ്റ്റ് 5 വരെ മിഥുനത്തിലും ഓഗസ്റ്റ് 5 മുതൽ 22 വരെ കർക്കടകത്തിലും ഓഗസ്റ്റ് 22 മുതൽ ചിങ്ങൻ രാശിയിലുമാണ്. ശുക്രൻ 10-ാം ഭാവമായ കന്നിരാശിയിലെ നീച ക്ഷേത്രത്തിലാണ്. ശനി 4-ാം ഭാവമായ മീനത്തിലാണ്. കണ്ടക ശനികാലമാണ്. രാഹു 3-ാം ഭാവമായ കുംഭത്തിലും കേതു 9-ാം ഭാവമായ ചിങ്ങത്തിലുമാണ്. ഈ ഒരു ഗ്രഹസ്ഥിതി അനുസരിച്ച് ധനുരാശിക്കാർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് നോക്കുന്നത്. ധനുരാശിക്കാരെ സംബന്ധിച്ച് ഓഗസ്റ്റ് മാസം 2 വ്യത്യസ്ത ഘട്ടങ്ങളായിട്ടാണ് അനുഭവപ്പെടുക. ഓഗസ്റ്റ് 16 വരെയുള്ള 1-ാം പകുതിയിലെ ചില തടസ്സങ്ങളും അനാവശ്യ ആശങ്കകളൊക്കെ അനുഭവപ്പെടാമെങ്കിലും ഓഗസ്റ്റ് 16-ന് ശേഷം സൂര്യൻ 9-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നുണ്ട്. ഇത് കാര്യങ്ങളിൽ വലിയ മാറ്റവും ഭാഗ്യാനുഭവങ്ങളും ഒക്കെ വന്നു ചേരുന്നതാണ്. 3-ാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത്. നിങ്ങൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ നൽകും. എന്നാൽ 4-ലെ ശനിയും 7-ലെ ചൊവ്വയും അല്പം ശ്രദ്ധയും ക്ഷമയും ഒക്കെ ആവശ്യപ്പെടുന്നുമുണ്ട്. ഇനി ഓരോരോ മേഖലയായിട്ട് നോക്കാം. ആദ്യം തൊഴിൽ, ബിസിനസ് എന്നീ മേഖലകളിലേക്ക് കടക്കാം. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ, അതായത് ഓഗസ്റ്റ് 16 വരെ 8-ാം ഭാവത്തിലാണ് സൂര്യൻ നിലകൊള്ളുന്നത്. അതിനാൽ ജോലിസ്ഥലത്ത് അനാവശ്യ സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള വിമർശനങ്ങളോ ഒക്കെ നേരിടേണ്ടതായും വന്നേക്കാം. ജോലിയിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും അതുപോലെ രഹസ്യ ശത്രുക്കളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുകയും ചെയ്യേണ്ട സമയമാണ്. എന്നാൽ ഓഗസ്റ്റ് 16-ന് ശേഷം സൂര്യൻ 9-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നതോടെ അന്തരീക്ഷം പൂർണ്ണമായും നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ്. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെയുള്ള പിന്തുണ ലഭിക്കുന്നതാണ്. കാത്തിരിക്കുന്ന പ്രൊമോഷന്, ട്രാൻസ്ഫർ അല്ലെങ്കിൽ പുതിയ തൊഴിലവസരങ്ങൾ എന്നിവയൊക്കെ ഈ 2-ാം പകുതിയിൽ യാഥാർത്ഥ്യമാക്കാൻ വലിയ സാധ്യതയൊക്കെ കാണുന്നുമുണ്ട്. ഇനി ബിസിനസ്സുകാരുടെ കാര്യം നോക്കിയാൽ 7-ാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. അതിനാൽ പങ്കാളിത്ത ബിസിനസ്സിൽ ചെറിയ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനിടയുണ്ട്. അതിനാൽ പാർട്ട്ണറുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴും തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോഴും വിട്ടുവീഴ്ച മനോഭാവമൊക്കെ പുലർത്തേണ്ടതുമാണ്. ഓഗസ്റ്റ് 5 മുതൽ 22 വരെയുള്ള കാലയളവിൽ ബുധൻ്റെ രാശിമാറ്റം കാരണം കരാറുകളിൽ ഒക്കെ ഒപ്പുവയ്ക്കുമ്പോഴും സാമ്പത്തിക നിക്ഷേപങ്ങളൊക്കെ നടത്തുമ്പോഴും രേഖകളൊക്കെ കൃത്യമായിട്ട് വായിച്ചൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ ഓഗസ്റ്റ് 22-ന് ശേഷം ബുധൻ ചിങ്ങൻ രാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. അതോടെ ബിസിനസ്സിലെ വലിയ പുരോഗതിയും ലാഭവും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശ വ്യാപാരത്തിലും പുതിയ പദ്ധതികളിലുമൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇത് വളരെ മികച്ച സമയവും ആയിരിക്കും. ഇനി സാമ്പത്തിക കാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. മാസത്തിൻ്റെ തുടക്കത്തിൽ, അതായത് ഓഗസ്റ്റ് 16 വരെ 8-ാം ഭാവത്തിൽ സൂര്യനൊക്കെ സ്ഥിതി ചെയ്യുന്നത് കാരണം പ്രതീക്ഷിച്ച ധനവരവിലൊക്കെ ചെറിയ കാലതാമസമൊക്കെ ഉണ്ടായേക്കാം. അനാവശ്യമായ ചിലവുകളൊക്കെ വന്നു ചേരാൻ സാധ്യതയൊക്കെ ഉള്ളതിനാൽ ബഡ്ജറ്റൊക്കെ കൃത്യമായിട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നത് നന്നായിരിക്കും. എന്നാൽ ഓഗസ്റ്റ് 16-ന് ശേഷം സൂര്യൻ 9-ാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത്. അതോടെ സാമ്പത്തിക മേഖലയിലെ കാര്യമായ പുരോഗതിയൊക്കെ ദൃശ്യമാകുന്നതാണ്. കുടുങ്ങിക്കിടന്ന പണമൊക്കെ തിരികെ ലഭിക്കാനും വരുമാനത്തിലൊക്കെ വർധനവ് ഉണ്ടാകാനും ഇത് നിങ്ങൾക്ക് വഴിവെക്കുന്നതാണ്. 3-ാം ഭാവത്തിലാണ് രാഹു. ആ രാഹുവിൻ്റെ അനുഗ്രഹം കാരണം ഡിജിറ്റൽ, ഓൺലൈൻ അല്ലെങ്കിൽ പുതിയ ബിസിനസ് വഴികളിലൂടെയൊക്കെ വരുമാനം കണ്ടെത്താനൊക്കെ സാധിക്കുന്നതാണ്. എന്നാൽ 8-ൽ നിൽക്കുന്ന സൂര്യൻ്റെയും 4-ലെ ശനിയുടെയും ഒക്കെ സ്വാധീനം കാരണം ധൃതി പിടിച്ച് വലിയ തുകകൾ കടം കൊടുക്കുന്നതോ ജാമ്യം നിൽക്കുന്നതോ ഒക്കെ ഒഴിവാക്കേണ്ടതാണ്. പുതിയ ചിട്ടുകളിലോ ഷെയർ മാർക്കറ്റിലോ ഒക്കെ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓഗസ്റ്റ് 22-ന് ശേഷം ബുധൻ്റെയൊക്കെ രാശിമാറ്റത്തിന് ശേഷം തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതമായിട്ടുള്ളത്. ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം.
4-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. എന്നാൽ ശനിയുടെ ഒരു സ്ഥിതി കാരണം കുടുംബാന്തരീക്ഷത്തിൽ ചെറിയ മനപ്രയാസങ്ങളോ ബന്ധുക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. 7-ാം ഭാവത്തിൽ ചൊവ്വയൊക്കെ നിൽക്കുന്നതിനാൽ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അനാവശ്യ വാഗ്വാദങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അല്പം ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ പുലർത്തിയാൽ കുടുംബത്തിലെ സമാധാനവും സന്തോഷവും ഒക്കെ നിലനിർത്താനും സാധിക്കുന്നതാണ്. ഇനി പ്രണയമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഓഗസ്റ്റ് മാസം സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. മാസത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ ചെറിയ തടസ്സങ്ങളോ ആശയക്കുഴപ്പങ്ങളോ ഒക്കെ ഉണ്ടായേക്കുമെങ്കിലും ഓഗസ്റ്റ് 16-ന് ശേഷം സൂര്യൻ്റെ രാശിമാറ്റം പ്രണയബന്ധങ്ങളിലൊക്കെ കൂടുതൽ അടുപ്പവും വ്യക്തതയും ഒക്കെ കൊണ്ടുവരുന്നതാണ്. വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ അനുയോജ്യമായ ആലോചനകളൊക്കെ തിരയുന്നവർക്കും ഓഗസ്റ്റ് 16-ന് ശേഷമുള്ള ദിവസങ്ങളാണ് കൂടുതൽ അനുകൂലം. ബന്ധുക്കളുടെ ഭാഗത്തു നിന്നൊക്കെ പിന്തുണ ലഭിക്കാനും നല്ല ഉറപ്പിലേക്കൊക്കെ കാര്യങ്ങൾ എത്താനും 2-ാം പകുതി നിങ്ങളെ സഹായിക്കുന്നതുമാണ്. ഇനി ധനുരാശിയിൽ വരുന്ന വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. മാസത്തിൻ്റെ തുടക്കത്തിൽ, അതായത് ഓഗസ്റ്റ് 22 വരെ ബുധൻ്റെ രാശിസ്ഥിതി കാരണം പഠനത്തിലൊക്കെ അല്പം മന്ദതയോ ഏകാഗ്രതക്കുറവയോ ഒക്കെ അനുഭവപ്പെടാൻ ഇടയുണ്ട്. അനാവശ്യ ചിന്തകളും കൂട്ടുകെട്ടുകളുമൊക്കെ ശ്രദ്ധയൊക്കെ തിരിക്കാൻ സാധ്യതയുള്ളതിനാൽ പഠന കാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ നൽകുക. എന്നാൽ ഓഗസ്റ്റ് 22-ന് ബുധൻ 9-ാം ഭാവമായ ചിങ്ങൻ രാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. ഈ മാറ്റത്തോടെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ വലിയ പുരോഗതിയും ബുദ്ധിശക്തിയും ഒക്കെ കൈവരിക്കാൻ സാധിക്കുന്നതുമാണ്. മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്കും മാസത്തിൻ്റെ ഒരു പകുതി, പ്രത്യേകിച്ച് ഓഗസ്റ്റ് 16-ന് ശേഷം വളരെ മികച്ച ഫലങ്ങളായിരിക്കും ലഭിക്കുക. 9-ാം ഭാവത്തിലേക്കൊക്കെ സൂര്യൻ പ്രവേശിക്കുന്നത് നിങ്ങളുടെ പ്രകടനത്തിനൊക്കെ തക്കതായ ഫലം ലഭിക്കാനൊക്കെ സഹായിക്കുന്നതാണ്. വിദേശത്തൊക്കെ പോയി ഉന്നത പഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും പുതിയ കോഴ്സുകളിലൊക്കെ പ്രവേശനം നേടാൻ ശ്രമിക്കുന്നവർക്കും ഓഗസ്റ്റ് അവസാന വാരത്തിൽ നല്ല വാർത്തകളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതുമാണ്. ഇനി ധനുരാശിക്കാരുടെ ആരോഗ്യകാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. മാസത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ 8-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നതും 10-ാം ഭാവത്തിൽ ശുക്രനൊക്കെ നീചത്തിലൊക്കെ നിൽക്കുന്നതും കാരണം ശാരീരികമായിട്ട് ചെറിയ ക്ഷീണമോ അസ്വസ്ഥതകളോ ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ സമയത്ത് നിങ്ങളുടെ പ്രതിരോധ ശേഷിയൊക്കെ നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കർക്കിടകൻ രാശിയിലെ ഗ്രഹമാറ്റങ്ങളൊക്കെ കാരണം ഉദരസംബന്ധമായ ബുദ്ധിമുട്ടുകളെ, ഗ്യാസ് ട്രബിൾ അല്ലെങ്കിൽ അസിഡിറ്റി എന്നിവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണക്രമത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധയും പുലർത്തേണ്ടതാണ്. 4-ാം ഭാവത്തിൽ ശനിയൊക്കെ നിൽക്കുന്നത്, 7-ൽ ചൊവ്വയൊക്കെ നിൽക്കുന്നതും BP ഒക്കെ അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ പോലുള്ള മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉള്ളവർ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ വാഹന ഉപയോഗത്തിലും ദൂരയാത്രകളൊക്കെ ചെയ്യുമ്പോഴും അല്പം ശ്രദ്ധിക്കേണ്ടതുമാണ്. ധനുരാശിക്കാർ ഈ മാസം ചെയ്യേണ്ട പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശനി 4-ൽ നിൽക്കുന്നതിനാൽ ശാസ്താവിന് എള്ളുതിരി സമർപ്പിക്കുക, ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം വഴിപാട് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. അതുപോലെ ശനിയാഴ്ചകളിൽ ഹനുമാൻ ചാലീസ ജപിക്കുന്നതും നല്ലതാണ്. 7-ൽ ചൊവ്വയൊക്കെ നിൽക്കുന്നതിനാൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകമൊക്കെ നടത്തുന്നത് നന്നായിരിക്കും. സൂര്യൻ്റെ ഒരു അനുഗ്രഹമൊക്കെ ലഭിക്കാൻ ദിവസവും രാവിലെ ആദിത്യ ഹൃദയമന്ത്രം ജപിക്കുന്നത് സർവകാര്യ വിജയത്തിന് സഹായിക്കുന്നതുമാണ്. ധനുരാശിക്കാർക്ക് ഓഗസ്റ്റ് മാസം 16-ന് ശേഷം ഭാഗ്യാനുഭവങ്ങളും നേട്ടങ്ങളും ഒക്കെ നിറഞ്ഞതായിരിക്കും. ആത്മവിശ്വാസത്തോടെയൊക്കെ മുന്നോട്ട് പോവുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.